പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിഭാഗം തുടങ്ങിയിട്ട് 30 വർഷമായി. 30 രോഗികൾക്ക് സൗജന്യ ശസ്ത്രക്രിയ ഉൾപ്പെടെ 30ാം വാർഷികത്തിന്റെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ രോഗി ചികിത്സാ സേവന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ മുഹമ്മദ് ഇസ്മായിലിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ ആശുപത്രിയിൽ 1993 താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിഭാഗം ആരംഭിച്ചത്. ക്യാമറകളുടെയും പുതിയ ടെക്നോളജിയുടെയും പുതിയ ലൈറ്റിന്റെയും എല്ലാം ആവിർഭാവത്തോടുകൂടി 1990 ഈ ആദ്യമായിട്ട് ഫിലിപ്പ് മോറെ എന്ന് പറയുന്നയാള് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് വയറിൻ്റെ ഉള്ളിലുള്ള ആമാശയത്തിൻ്റെ നമ്മൾ പിത്തസഞ്ചി കല്ലുണ്ടായിട്ട് അതിന് മാറ്റാനായിട്ടുള്ള ഒരു ഓപ്പറേഷൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അത് പതുക്കെ പ്രചാരത്തിലായി. 1993 ആദ്യകാലത്തിൽ തന്നെ ഇന്ത്യയിൽ ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ശസ്ത്രക്രിയ ആദ്യമായിട്ട് നടന്നു. ഏറ്റവും നമ്മൾക്കൊക്കെ അഭിമാനിക്കുവാനായിട്ട് സാധിക്കുന്നത്, കാരണം അന്ന് വെറും 22 വയസ്സുള്ള ഈ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അബ്ദുൾ റഷീദ്, അന്നത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘവീക്ഷണവും അദ്ദേഹത്തിൻ്റെ ഒരു വിസ്ഡവുമാണ് അന്ന് ഈ ഇൻസ്ട്രുമെൻ്റ് ഇവിടെ വാങ്ങിക്കുവാനായിട്ടും അതിനു വേണ്ടിയിട്ട് എന്നെ പരിശീലനത്തെ അയക്കും. നമ്മൾ 1993 ആദ്യ കാലഘട്ടങ്ങളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയ് ജൂണിലാണ് ബോംബെയിൽ ഈ ശസ്ത്രക്രിയ ചെയ്തത്. ഡിസംബറിൽ നമ്മളിവിടെ ഈ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള പെരിന്തൽമണ്ണയിൽ നമ്മൾക്ക് ആദ്യത്തെ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുവാനായിട്ട് സാധിച്ചു. ഇതിനകം 1.25 ലക്ഷത്തിലധികം താക്കോൽ ദ്വാര ശസ്ത്രക്രിയകൾ മൗലാനയിൽ ചെയ്തു കഴിഞ്ഞു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വിഭാഗത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ രോഗി ചികിത്സാ സേവന പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഹോസ്പിറ്റൽ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 30 രോഗികൾക്ക് പൂർണ്ണമായും സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്നു എന്നതാണ് 30ാം വാർഷിക ആഘോഷത്തിന്റെ പ്രത്യേകത. ഉദ്ദേശിക്കുന്നത് കുറേ നാളുകളായിട്ട് ഞങ്ങളുടെ മാനേജ്മെന്റിന്റെയും എന്റെയും ഉള്ള ഒരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു ഒരു ഫ്രീ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. അത് നമ്മൾ അടുത്ത വർഷം മുതൽ ജനുവരി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും 3 മുതൽ 5 വരെ 2 മണിക്കൂർ നേരം സർജറി ഫ്രീ ക്ലിനിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതിൻ്റെ കൺസൾട്ടേഷൻ കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് വരുന്ന രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു 30ഓളം രോഗികൾക്ക് വേണ്ടി വരുന്ന താക്കോൽ ദ്വാര ശസ്ത്രക്രിയ അത് ഏതാണെങ്കിലും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഡിസംബർ 29 നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്യും. 30 സൗജന്യ പൈൽസ് പരിശോധന ക്യാമ്പ് നടക്കും. സർജിക്കൽ വിഭാഗത്തിന് കീഴിൽ എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 4 മുതൽ 6 വരെ സൗജന്യ ശസ്ത്രക്രിയ പരിശോധന വിഭാഗം പ്രവർത്തിക്കും. എല്ലാ മാസവും 3ാമത്തെ ശനിയാഴ്ചകളിൽ സൗജന്യ ശസ്ത്രക്രിയ ക്യാമ്പുകളും സംഘടിപ്പിക്കുമെന്ന് ആശുപത്രി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർമാർക്കായി തുടർ വിദ്യാഭ്യാസ സെമിനാറുകളും സർജിക്കൽ പ്രവൃത്തി പരിചയ പരിപാടികളും സംഘടിപ്പിക്കും. നമ്മൾ അന്ന് പഠിച്ചതല്ല ഇപ്പോൾ കാണുന്ന പലപ്പോഴും പല രോഗങ്ങളിലും ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. സർജിക്കൽ ടെക്നിക്സ് മാറിയിട്ടുണ്ട്, സർജിക്കൽ ഇൻസ്ട്രുമെൻസും അതിൻ്റെ ഇതൊക്കെ തന്നെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക മാത്രമല്ല, നമ്മുടെ ജനറൽ പ്രാക്ടീഷണേഴ്സ് ഡോക്ടർമാർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കാനും അതുവഴി പേഷ്യൻറ്റിന് കെയർ ഇമ്പ്രൂവ് ചെയ്യാനുമാണ്, ക്വാളിറ്റി കെയർ. അതാണ് നമ്മുടെ ഉദ്ദേശം. വാർത്താ സമ്മേളനത്തിൽ സർജിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ K. സീതി, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ രാംദാസ്, അഡ്മിനിസ്ട്രേറ്റർ VM സെയ്ദു മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു.